ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതങ്ങളെ അനേകമായി അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അനേകം സാക്ഷ്യങ്ങളും ടെസ്റ്റിമണികളും ഒക്കെ ഞാൻ ചിലപ്പോൾ ഓർക്കും, കർത്താവ് നമ്മളെ എത്രയും അധികമായിട്ടാണ് സ്നേഹിക്കുക, എത്രയോ ജീവിതങ്ങളെയാണ് ഈശോ അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നെടുവീർപ്പുകൾ കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈശോ ഇന്ന് ഈ കൂട്ടായ്മയിൽ സംസാരിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലെങ്കിലും എനിക്ക് വലിയ ദൈവശാസ്ത്രങ്ങളൊന്നും പറയാൻ അറിയില്ല. നമ്മുടെ കർത്താവിന്റെ വചനങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക. ഇപ്പോൾ പല വിധത്തില് ബുദ്ധിമുട്ടിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ഈശോയുടെ അടുത്ത ഒരു അനുഗ്രഹം, ഈശോയുടെ ഒരു വലിയ റിയൽ പ്രസൻസിലേക്ക്, ദൈവം കൈപിടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകാനുള്ള കൃപയാണ് നമ്മൾ ഇന്ന് ഈശോയോട് ചോദിച്ച് മേടിക്കുക. കർത്താവ് തന്ന വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് എടുക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ നാട്ടുതിരുത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ടോക്കുകൾ കർത്താവിൽ ആശ്രയിക്കണം, കർത്താവിൽ ആശ്രയിച്ചാൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നൊക്കെ നമ്മൾ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ദൈവത്തിലുള്ള യഥാർത്ഥ ആശ്രയത്വം എന്ന് പറയുന്നത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് പലപ്പോഴും നമ്മൾ എത്താത്തത് കൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സ് താഴേക്ക് പോവുകയാണ്, ഡൗൺ ആയി പോവുകയാണ്. നമുക്ക് പലപ്പോഴും മനസ്സിന് ധൈര്യം കെട്ടുപോകുന്ന ചില അവസ്ഥകളുണ്ട്. നമുക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ താഴോട്ട് പോകും. എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, ഈശോയിൽ ആശ്രയിച്ചിരിക്കുന്ന നീ അനുഗ്രഹീതനാണ്. നിനക്ക് മറ്റൊരു പ്രതീക്ഷയില്ല. എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയല്ല, നിന്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ്. ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു വചനമാണ്, നിന്റെ പ്രത്യാശ അവിടുന്ന് മാത്രമാണ്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും ആഗ്രഹിച്ചത് കിട്ടുക എന്നുള്ളതല്ല എന്റെ പ്രതീക്ഷ. എനിക്കും നിങ്ങൾക്കുമുള്ള വലിയ പ്രതീക്ഷ ഈശോയാണ്. ഈശോയെ തന്നെ കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷയിലുടനീളം ഞാൻ നിങ്ങളും ആഗ്രഹിക്കേണ്ടത് ദൈവത്തെ കിട്ടുന്ന ഒരു അനുഭവമാണ്, ദൈവത്തെ സ്വന്തമാക്കുന്ന ഒരു അനുഭവമാണ്. പെട്ടെന്ന് വീണു പോകുന്ന നമ്മുടെ ജീവിതമല്ല. അപ്പൊ കർത്താവിൽ ഒരു പ്രത്യാശ അർപ്പിച്ച് ദൈവത്തെ കിട്ടും വിധത്തിൽ അവരിൽ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കൂട്ടിച്ചേർക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇങ്ങനെ ഓരോ നിമിഷവും ഓരോരോ അനുഗ്രഹങ്ങളായിരിക്കും ഈശോ നമ്മുടെ ജീവിതത്തിലോട്ട് ചേർത്ത് തരുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരുടെ ജീവിത സാക്ഷ്യങ്ങള് ഈശോ എനിക്ക് പല വിധത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അടുത്ത നാളില് ഈശോ എനിക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് ഒരു വ്യക്തി വെളിപ്പെടുത്തുക. ഏകദേശം ഒരു 6 മാസത്തോളമായിട്ട് ജോലിയില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ ജോലി ഒന്നും ആകുന്നില്ല. ഒരുപാട് ഇന്റർവ്യൂകൾ അവർ അറ്റൻഡ് ചെയ്തു, പക്ഷെ അതൊന്നും കിട്ടുന്നില്ല. ചെറിയ ജോലി തൊട്ട് വലിയ ജോലി വരെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലികളൊക്കെ അപ്ലൈ ചെയ്തു, പക്ഷെ അതൊന്നും ലഭ്യമാകാത്ത ഒരു സാഹചര്യം. മനസ്സ് എത്രമാത്രം ആ വ്യക്തിയുടെ ഭാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഡെയിലിയുള്ള ഓരോ കാര്യങ്ങൾ നിറവേറ്റാനായി സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന ആ വ്യക്തിയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ വേദന എത്ര വലുതാണ് എന്ന്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ ആ വ്യക്തിയെ കണ്ടുമുട്ട്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒത്തിരി ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, എല്ലാം എനിക്ക് നോയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഞാനൊരു ജോലി അപ്ലൈ ചെയ്തു, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലാണ്. പക്ഷെ അവരെന്നോട് പറഞ്ഞു നോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലെറ്ററാണ് എനിക്ക് മെയിലിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഇദ്ദേഹം എന്നോട് സങ്കടങ്ങൾ പറയുമ്പോൾ, സ്വർഗത്തോട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോനോട് പറയുകയാണ്, നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സിസ്റ്ററെ, ഇത്രയും ദിവസങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ ജോലികളും നെഗറ്റീവ് ഓഫർ ലെറ്ററുകൾ മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മനുഷ്യനോട് ഇത് പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചു, പ്രാർത്ഥിച്ചു, ഞങ്ങൾ തിരിച്ചു പോയി. പിന്നീട് ഏകദേശം 1 മാസത്തിന് ശേഷം ഇദ്ദേഹം മറ്റൊരാളോട് എൻ്റെ നമ്പർ ചോദിച്ച് മേടിച്ച്
എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടുകയുണ്ടായി, നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി. അന്ന് എനിക്ക് ജോലിയില്ല, നെഗറ്റീവായിട്ടുള്ള ഓഫർ ലെറ്ററുകൾ മാത്രം, മീൻസ് മെയിൽ ലെറ്ററുകളെല്ലാം എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ലെറ്റർ പോലും എനിക്കില്ലാതിരിക്കുമ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞ് സിസ്റ്റർ പറഞ്ഞിട്ട് പോയെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുകയാണ്. എനിക്ക് ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നാണോ നെഗറ്റീവായൊരു ലെറ്റർ എനിക്ക് വന്നു, നിനക്ക് ജോലി ഇല്ല, നിന്നെ റിജക്ട് ചെയ്തിരിക്കുന്ന മെയിൽ വന്ന ആ സ്ഥാപനത്തിലെ മാനേജർ എനിക്കൊരു മെയിൽ അയച്ചിരിക്കുകയാണ്, എൻ്റെ കോൺഷ്യസ്, എൻ്റെ മനസാക്ഷി നിനക്ക് ജോലി നിരസിച്ചത് കൊണ്ട് എന്നെ സമ്മതിക്കുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. സ്വർഗം ഇന്നും ജീവിക്കുന്നെന്ന് എനിക്ക് ബോധ്യപ്പെട്ട വലിയ അത്ഭുതങ്ങളിൽ ഒരത്ഭുതമാണിത്. ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാപനത്തിലെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു മെയിൽ ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തി അദ്ദേഹത്തിന് മെയിൽ ചെയ്തിരിക്കുകയാണ്, ഒരു മലയാളിയല്ല, ഒരു നോൺ മലയാളി, വലിയൊരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന് മെയിൽ ചെയ്തിരിക്കുകയാണ്, നിനക്ക് ഈ ജോലി തരാതിരിക്കാൻ എൻ്റെ കോൺഷ്യസ് എന്നെ അനുവദിക്കാത്തത് കൊണ്ട് റിജക്ട് ചെയ്ത നിന്നെ മറ്റൊരാളെ എടുത്തു വന്ന് ഓഫർ കൊടുത്ത ഞാൻ നിന്നെ ആ സ്ഥാനത്തോട്ട് എടുത്തിരിക്കുകയാണ്, നീ അടുത്ത ആഴ്ച മുതൽ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു കൊള്ളുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിലാണെങ്കിൽ ചിലപ്പോൾ ഇത് പോസിബിൾ ആകും, പല വിധത്തിൽ റെക്കമെൻഡേഷൻ നടക്കും. പക്ഷേ മറ്റൊരു രാജ്യത്ത് ഇത് അത്ര പോസിബിൾ അല്ല. എന്നാൽ ആ വ്യക്തിയുടെ മനസ്സാക്ഷിയെ പോലും തൊട്ടുണർത്താൻ പറ്റുന്ന ഒരു ജീവിക്കുന്ന ദൈവം, കർത്താവെ എൻ്റെ പ്രത്യാശ അങ്ങ് മാത്രമാണ്, മറ്റൊരാളല്ല, എൻ്റെ പ്രതീക്ഷ നീ മാത്രമാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, എൻ്റെ പ്രതീക്ഷ നീ മാത്രം. അനേകം നെഗറ്റീവായിട്ടുള്ള ലെറ്ററുകൾ മാത്രം മെയിലിൽ കിടക്കുമ്പോ കർത്താവ് പറയാൻ, നിനക്ക് കിട്ടിക്കഴിഞ്ഞു, നിനക്കത് തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ മനസ്സാക്ഷിയെ പോലും തൊട്ടുണർത്തുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടത്, നമുക്കറിയാം പീലാത്തോസ് ഈശോയെ വിധിക്കുമ്പോ മനസ്സസ്വസ്ഥമാക്കുന്ന പീലാത്തോസിന്റെ ഭാര്യയെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അവന്റെ കാര്യത്തിൽ അങ്ങ് ഇടപെടരുത്, അവനെ മൂലം ഇന്നലെ രാത്രി ഞാൻ ഏറെ ക്ലേശിച്ചു. കർത്താവിന് മനസ്സുകളെ പോലും അസ്വസ്ഥമാക്കി നിനക്ക് വേണ്ടത് തരാൻ പറ്റുന്ന ഒരു കർത്താവ് ഉണ്ട്. അത് പ്രോസ്പെരിറ്റി ഗോസ്പലിനെ കുറിച്ചല്ല സിസ്റ്റർ പറയുന്നത്, വചനത്തിൽ ജീവിക്കുന്ന ഒരു ഈശോയെ കുറിച്ചാണ്. ആ ഈശോയാണ് ഞാനും നിങ്ങളും കണ്ടുമുട്ടേണ്ടതും. ആ പ്രതീക്ഷയിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോകേണ്ടത്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വചനത്തില് ഈശോ പറഞ്ഞു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രതീക്ഷ അവിടുന്ന് മാത്രമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം സങ്കടങ്ങളുടെ, അനേകം വേദനകളുടെ ഒക്കെ നടുവിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുക. പക്ഷെ ഈശോ നിങ്ങളോട് പറയുകയാണ്, നിന്റെ പ്രതീക്ഷ ഈശോ മാത്രമാണ്. ആ ഈശോയെ മാത്രം നീ പ്രതീക്ഷ വെച്ചാൽ അവനെ കാണാൻ ഈശോ നിനക്ക് വേണ്ടി ഇടപെട്ടിരിക്കും. ആ വലിയ കൃപാചിന്ത ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച്, ഇന്ന് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ നെടുവീർപ്പെടുന്നത്, എന്താണോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്, നിങ്ങൾ കാണുന്ന മുഴുവൻ നെഗറ്റീവുകളായിരിക്കാം, ലോണിന്റെ ജപ്തികളായിരിക്കാം, ചിലപ്പോൾ ഭവനമില്ലാത്ത അവസ്ഥകളായിരിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഈ കൂട്ടായ്മയിൽ അങ്ങ് തന്നെ പ്രതീക്ഷയെന്ന് വിചാരിക്കുന്ന ഈ മക്കളിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് ജീവിക്കുന്നെന്ന് വെളിപ്പെടുത്തുന്ന വലിയ കൃപയോർത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. എല്ലാ സങ്കടങ്ങളുടെ അനന്ത യോഗ്യതയോട് ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ ശക്തി ഈ കൂട്ടായ്മയിൽ കണ്ണുനീരിലായിരിക്കുന്ന ഈ മക്കളിലേക്ക് വ്യാപരിക്കാൻ ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ ഈ ശുശ്രൂഷയിൽ അനേകരുടെ ജീവിതങ്ങളിൽ വ്യക്തമായ അടയാളങ്ങൾ ചെയ്യുമെന്ന് ഈശോനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. കാരണം തുച്ഛമായ സാലറി കിട്ടുന്ന വ്യക്തി, നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി, പക്ഷെ ഒരു ഇൻക്രിമെന്റും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ വലിയ ഭാരപ്പെടുകയാണ്.
ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. 3-ാം ദിവസം എനിക്ക് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്, സിസ്റ്ററെ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ 200 പൗണ്ട് എനിക്ക് ഇൻക്രിമെന്റ് തന്ന് ആ വ്യക്തി എനിക്ക് മെയിൽ ചെയ്തിരിക്കുക, എന്നെ അനുഗ്രഹിച്ചിരിക്കുക. നമ്മൾ ആരും കാണുന്നതിനപ്പുറത്താണ്. ഇന്ന് ഈശോ എന്നോട് പറഞ്ഞിരിക്കുന്നത് ജോലിയില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയും സാമ്പത്തിക തകർച്ചകളിലായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഏറ്റവും അധികം ജോലി മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടി, സാമ്പത്തികമായ വലിയ തകർച്ചയിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ ഈ വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി തുറന്നിരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ഏറ്റെടുക്കണം. വചനം ഞാൻ പറയുകയാണ്, ജെറമ്യ 17:7, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് മാത്രമാണ്. ആ വലിയ പ്രതീക്ഷയിലേക്ക് നോക്കിക്കൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അനേക ആവർത്തി കേട്ടിരിക്കുന്ന ഒരു വചനമാണ്. വചനം വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കും, വചന വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കും. അതുമൂലം ദൈവം നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യും. നിങ്ങൾ ബൈബിൾ എടുത്തു വെക്കുക, കണ്ണുകൾ ഓരോ വചനങ്ങളിലൂടെയും കടന്നു പോകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ഈശോ ജീവിതത്തെ സമീപിച്ച വലിയ ഒരു അത്ഭുതമാണ്. എനിക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ബൈഹാർട്ടാണ് ഈ വചനഭാഗം. ബർത്തിമേസ് എന്ന് പറയുന്ന ഒരന്ധനെയും ജീവനുള്ള യേശുവിനെയുമാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ കാണുക. അന്ധനായ ബർത്തിമേസിന് സൗഖ്യം കൊടുക്കുന്ന ഒരു ഈശോയെ നമ്മൾ ഇവിടെ കാണും. നമ്മുടെ ജീവിതത്തെ ഈ ബർത്തിമേസിന്റെ ജീവിതത്തോട് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, മനമുരുകി കരയുന്നവര്, ജോലിയില്ലാത്ത മക്കളെല്ലാം ഈ വചനത്തിലൂടെ വചനം ഏറ്റുപറഞ്ഞ് അത്ഭുതങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അത്ഭുതങ്ങൾ വേണം നമ്മുടെ ജീവിതത്തിൽ. അത്ഭുതങ്ങൾ മാത്രമല്ല വേണ്ടത്, പക്ഷെ അത്ഭുതങ്ങളും നമുക്ക് ജീവിതത്തിന് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മൾ ഈശോയോട് ഇന്ന് ചോദിച്ച് മേടിക്കുകയാണ്. ആ വചന ഭാഗത്തോട് നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ കാണുകയാണ് വചനം ബർത്തിമേസിന് കാഴ്ച നൽകുന്ന കർത്താവിനെ കുറിച്ച്. അവിടെ 10-ാം അധ്യായം 46-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണും, അവർ ജെറീക്കോയിലെത്തി. ഈശോയും ശിഷ്യരും ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ, ജെറീക്കോയിൽ താമസിച്ചിട്ട് ഈശോ ജെറീക്കോ വിട്ടുപോകുമ്പോൾ, തിമേയൂസിന്റെ പുത്രനായ ബർത്തിമേയൂസ്, അവർ ബർത്തിമേയൂസിനെ അവന്റെ അപ്പന്റെ പേരോട് ചേർത്ത് പരിചയപ്പെടുത്തി എഴുതിയിരിക്കുകയാണ്, ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ. ബർത്തിമേയൂസിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നോ സിഗ്നിഫിക്കന്റ് റിമാർക്സ് ഫോർ ഹിം. ഒരു സിഗ്നിഫിക്കന്റ് റിമാർക്സും ബർത്തിമേയൂസിനില്ല. അപ്പന്റെ പേര് ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, അവൻ ആകെയുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്, ഒരു അന്ധയാചകനാണ്. അപ്പോൾ ഭിക്ഷ യാചിക്കുന്നവനാണ്, അന്ധനാണ്. അതായത് കയ്യിൽ ഒന്നുമില്ലാത്തവനാണ്. അനുദിന ജീവിതത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു വ്യക്തിയാണ് ബർത്തിമേയൂസ്. അവന്റെ കൺമുമ്പിൽ കാഴ്ചയില്ല. അപ്പോൾ അവന്റെ ജീവിതം എത്രയോ പരാധീനപ്പെട്ടതാണ്, എത്രയോ താഴ്ന്നിരിക്കുന്നതാണ്, എത്രയോ തകർന്നിരിക്കുന്നതാണ്. കാഴ്ചയില്ലാത്തവൻ ഭിക്ഷ യാചിക്കുന്നവൻ. നമുക്കറിയാം, കാഴ്ചയുള്ളവർ ഭിക്ഷ യാചിച്ചാൽ പോലും ആരും ഒന്നും കൊടുക്കാത്ത ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ കാഴ്ചയില്ലാത്തവൻ ഭിക്ഷ യാചിച്ച് കടന്നു പോകുമ്പോൾ കാഴ്ചയുള്ള എത്ര പേർ അവരെ കണ്ടുമുട്ടും? പലവിധ മുൻവിധികളോടുകൂടി അനേകർ അവനെ കടന്നു പോവുകയാണ്. അനേകർ തന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബർത്തിമേയൂസിനെ നമ്മുടെ മുൻപിലേക്ക് നമുക്ക് എടുത്തു വെക്കും. ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെ ചില യാചനകളുടെ മേഖലകള്, കൈനീട്ടലിന്റെ അവസ്ഥകള്, അനേകം ഇന്റർവ്യൂവിന്റെ മുമ്പിലിരിക്കുന്ന അനേകം തലങ്ങൾ നമുക്കുണ്ടാവും. അനേകം കഠിനാധ്വാനങ്ങളുടെ മേഖലകൾ ഉണ്ടാകും. ഒരു പോസിറ്റീവ് റിമാർക്സും ആർക്കും നമ്മളെ കുറിച്ച് പറയാനുണ്ടാവില്ല. എല്ലാവരും നമ്മളെ കുറിച്ച് നെഗറ്റീവ് റിമാർക്സുകളായിരിക്കും. നീ ഒട്ടും ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയായിരിക്കില്ല. കാരണം ഈ ബർത്തിമേയൂസ് ആ സമൂഹത്തിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയല്ല. അവൻ ഒരു ഇമ്പോർട്ടൻസും അവന്റെ സമൂഹത്തിൽ ഇല്ല. കാരണം അവൻ അന്ധനായതിനാൽ തന്നെ അവൻ പുറത്താക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അവനൊരു പ്രത്യേകതയില്ല, അവൻ പുറത്താണ്. അവൻ സമൂഹത്തിൽ ചേർന്നിട്ടില്ലാത്ത വ്യക്തിയാണ്, ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമ്മളിപ്പോൾ ഇത്രയെല്ലാം വചനം കേൾക്കുമ്പോഴും ഭിക്ഷ യാചിക്കുന്നവനെ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പലപ്പോഴും നമ്മൾ മടി കാണിക്കും. ശരിയാണ്, നിങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ബർത്തിമേയൂസിന്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത, കുലമഹിമയില്ലാത്ത അവന്റെ ജീവിതത്തിൽ ഭിക്ഷ മാത്രം യാചിച്ച് നിസ്സഹായതയോടെ വലിയ സങ്കടം ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ഒരു ബർത്തിമേയൂസിനെ നമ്മളിവിടെ വചനത്തിൽ പരിചയപ്പെടുകയാണ്. ഇനി അതാണ് നമ്മൾ കാണേണ്ടത്. ഈശോ
ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഈശോ. നമുക്കറിയാം, പുതിയ നിയമത്തിൽ നമ്മൾ ഈശോയെ പരിചയപ്പെടുമ്പോ ഈശോ എപ്പോഴും യാത്ര ചെയ്യുന്നവനാണ്. ഈശോ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജീവിതങ്ങളെ കണ്ടുമുട്ടി അടുത്ത ജീവിതങ്ങളെ കണ്ടുമുട്ടി ഈശോ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എന്തിനാണ് ഈശോ ഇങ്ങനെ യാത്ര ചെയ്തത്? നമ്മൾ സുവിശേഷം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണും, ഈശോയുടെ യാത്രയിലുടനീളം ജെറുസലേമിലേക്കുള്ള യാത്ര, കുരിശിലേക്കുള്ള യാത്ര, ഈശോയുടെ യാത്ര അതാണ്. ഈശോയുടെ ജീവിതം ജെറുസലേമിന്റെ കുരിശിലേക്ക്, കാൽവരിയിലേക്ക് എത്തി നിൽക്കാനുള്ള ഒരു യാത്രയാണ്. ആ യാത്രയുടെ വഴിയിലുടനീളം ഈശോ അനേക ജീവിതങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുക, യേശു ചെയ്ത പ്രവൃത്തികളെല്ലാം എഴുതിയാൽ അത് ഉൾക്കൊള്ളാൻ ഈ ലോകത്തിന് സാധിക്കാതെ വരും. കാരണം അത്രമാത്രം ഈശോ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈശോ അനേകരുടെ കണ്ണുനീരൊപ്പുകയാണ്. അപ്പൊ നമുക്കറിയാം, രക്ഷകനായ ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പറുദീസ നഷ്ടപ്പെട്ടവന്റെ നിലവിളിക്ക് ഉത്തരമായി സ്വർഗം തന്നതാണ് പുത്രനായ യേശുവിന്. പറുദീസയുടെ തിരിച്ചുള്ള പ്രവേശനത്തിന് പുത്രനായ യേശുവിനെ ഒരു കരച്ചിലിന്, ഒരു നിലവിളിക്ക് ശമനം തരികയാണ്, ഒരു വാതിൽ തുറക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ അവതാരം വഴി, പ്രിയപ്പെട്ടവരെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈശോ ഇങ്ങനെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ അനേകരുടെ കണ്ണുനീരൊപ്പുകയാണ്. അവൻ കുരിശിലേക്കുള്ള യാത്രയിൽ അവൻ കണ്ണുനീരൊപ്പി അവൻ കടന്നു പോവുകയാണ്. അവൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ ഈശോ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കണ്ണുനീരൊപ്പാൻ ഈശോ ഇന്നും സന്നിഹിതനാണ്, പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുനീരുകളെ ഒപ്പിയെടുക്കാൻ യേശുവിനെ അനുവദിക്കണം. ഈശോ നമ്മുടെ ജീവിതത്തിലുടനീളം കടന്നു പോവുകയാണ്. ഓരോ അൾത്താരയിലും ബലിയായി അവൻ മുറിയപ്പെട്ട് ജീവിക്കുന്ന യേശുവായി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോ, എന്നിൽ ജീവിക്കാൻ ഞാൻ ഈശോയ്ക്ക് അനുവാദം കൊടുക്കുകയാണ്. ഈശോയെ, എൻ്റെ ഉള്ളിൽ ജീവിക്കണം, എന്നെ ഒന്ന് കണ്ടുമുട്ടണേ, എന്നെ ഒന്ന് സന്ദർശിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് അടുത്ത വചനത്തിലോട്ട് പോകാം. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഈ ഭിക്ഷ യാചിക്കുന്ന ഈ അന്ധയാചകൻ, കണ്ണിന് കാഴ്ചയില്ലാത്തവൻ, തനിക്ക് സാധിക്കുന്ന വഴിയിലൂടെ യേശുവിനെ തിരിച്ചറിയുകയും. നമ്മളൊക്കെ ചിലപ്പോ പറയും, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇതൊന്നും വലിയ കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊക്കെ മീനിങ്ലെസ് ആണെന്ന് ചിലപ്പോഴെങ്കിലും നമ്മളോ നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ പറഞ്ഞെന്ന് വരും. മനസ്സ് താഴോട്ട് പോകാം. പക്ഷെ അവനൊന്നും കാഴ്ചയിൽ കണ്ടിട്ടില്ല, അവൻ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അവന് കാഴ്ചയില്ലെങ്കിലും സാധിക്കുന്ന വിധത്തിൽ കേൾവിയിലൂടെ അവൻ യേശുവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കേട്ട യേശുവിനെ കാണാനുള്ള കൊതിയാണ് അവനെ വഴിയരികിലേക്ക് നയിച്ചത്, പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നുണ്ട്. വിശുദ്ധ വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുർബാനയിലുടനീളം, മറ്റു പല വചന ശുശ്രൂഷകളിലൂടെ കേൾക്കുന്ന ഈശോയെ കാണാനുള്ള കൊതി നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കേൾക്കുന്ന ഒരു ഈശോ ഉണ്ട്, ആ ഈശോയെ എനിക്ക് കാണാൻ പറ്റണം. അതെന്റെ ആത്മാവിന്റെ ഒരു ദാഹമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോ കാണുന്നവനായി നിനക്ക് അനുഭവപ്പെടാനാണ് നീ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് യേശുവാണ് നടന്നു പോകുന്നത്. അതായത് യേശു ആരാണ് എന്ന് വ്യക്തമായി കേട്ട് മനസ്സിലാക്കിയവനാണ് ബർത്തിമേയുസ്. അവൻ യേശു ആരാണെന്നും യേശുവിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നും കേൾവിയിലൂടെ മനസ്സിലാക്കിയവൻ കാണാൻ കൊതിക്കുന്നതിൽ തെറ്റില്ല, പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പല വചനങ്ങൾ നമ്മൾ കേൾക്കും. അപ്പോഴൊക്കെ ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ കേട്ടതൊക്കെ കാണാനായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ്. സക്കേവൂസ് മരത്തിൽ കയറി ഇരുന്നിട്ട് ഈശോയെ കാണാൻ ആഗ്രഹിച്ചപ്പോ ഈശോ വരികയാണ് അവന്റെ അടുക്കലേക്ക്, അവന്റെ വീട്ടിലേക്ക്. അവനോട് ചേർന്നിരിക്കുന്ന ഒരു ഈശോ ഉണ്ട്. അപ്പൊ ഈശോയുടെ പ്രത്യേകത കേട്ടതൊക്കെ ആര് കൊതിക്കുന്നോ അവനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈശോ, ഇപ്പൊ നമുക്ക് ചിലപ്പോ പലരെ കുറിച്ച് നമ്മൾ കേൾക്കും, പക്ഷെ പലതും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, പല വ്യക്തികളും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഈശോയെ കുറിച്ച് നീ കേട്ടിട്ട് നീ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിനക്കവനെ കാണാൻ പറ്റും, പ്രിയപ്പെട്ടവരെ. നിന്റെ ജീവിതത്തിലേക്ക് നീ അവനെ കാണാൻ പറ്റും. നീ ആഗ്രഹിക്കുക, ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കതൊന്ന് കാണാൻ പറ്റണം. ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പെട്ടെന്നുള്ള ചില തകർച്ചകളായിരിക്കും,
ആർക്കും ഒരു ഉത്തരം കൊടുക്കാൻ പറ്റാതെ സ്മൂത്തായിട്ട് പോകുന്ന കുടുംബം തകർച്ച വരികയാണ്. തകർച്ച വരുമ്പോ നീ ഈശോയെ കുറിച്ച് കേട്ട് ഒന്ന് കാണാൻ ആഗ്രഹിച്ച ഈശോ നിന്റെ കുടുംബത്തിൽ ബ്ലെസ്സിങ് ആയി കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ജീവിതങ്ങളോട് പറയും, സിസ്റ്ററെ, ഒരുപക്ഷെ ഞാൻ കേട്ട ഈശോയെ കാണാനുള്ള അവസരമായിരിക്കും ഇപ്പോൾ ഈ സഹനം എനിക്ക് ഈശോ അനുവദിച്ചത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിനക്ക് ചില സഹനങ്ങള്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നെടുവീർപ്പുകൾ ഉണ്ടാകും. പക്ഷെ ആ നെടുവീർപ്പുകളെല്ലാം യേശുവിനെ നിനക്ക് കാണാൻ, നിന്റെ ജീവിതത്തിൽ കാണാൻ, നിന്റെ വ്യക്തി ജീവിതത്തിൽ കാണാനുള്ള അവസരമായിട്ട് നീ അതിനെ എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആ ഈശോ ചിലപ്പോൾ ചിലരുടെ ജീവിതത്തില് ആരുമില്ലാത്ത ഒറ്റപ്പെടലായിരിക്കും, ജീവിതത്തിൽ ആരും സ്നേഹിക്കാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ നീ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ല നിന്നെ സ്നേഹിക്കേണ്ടത്. ഈശോ നിന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിന്റെ ശൂന്യതകളെല്ലാം മാറിപ്പോകും. നിന്റെ ഹൃദയത്തിന്റെ ശൂന്യത ഈശോ എടുത്തു മാറ്റുകയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ഹൃദയത്തിൽ ചില ശൂന്യതകളാണ്. ചിലരൊക്കെ സ്നേഹിക്കണമെന്നുള്ള കൊതി ഈ ഹൃദയം വീണ്ടും വീണ്ടും ആഗ്രഹിക്കുക. അവരൊക്കെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ, അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകും. ചില സ്റ്റുഡൻസ് ഇവിടെ ഒന്ന് പറയും, സിസ്റ്ററെ, എന്നേക്കാൾ തല്ലിപ്പൊളിയായി ജീവിച്ചവർക്കെല്ലാം നല്ല ജോലി, എന്നും പള്ളിയിൽ പോകുന്ന എനിക്ക് എൻ്റെ കൂടെ ഒരുമിച്ച് കിടന്നവർക്ക് പോലും ജോലി കിട്ടി. അവരപ്പോഴേ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞില്ല, അതുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം കിട്ടി, എനിക്ക് മാത്രം ജോലി കിട്ടിയില്ല, എനിക്ക് മാത്രം വിസ കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, നീ കേട്ട ഈശോയെ നിന്റെ ചങ്കോടൊന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയണം, ഈശോ എനിക്കൊന്ന് കാണണം, ഇവരുടെ മുൻപിൽ എനിക്കൊന്ന് കാണണം, ഇതെല്ലാം എനിക്ക് ഇവരുടെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം, നിന്നെ കാണുന്ന എന്നെ. ആ ഒരു കൃപ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളത് ഈശോയോട് ശാഠ്യം പിടിച്ച് പ്രാർത്ഥിക്കണം. ഈ ബർത്തിമേയുസ് കേട്ട ഈശോയെ, യേശുവാണ് നടന്നു പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഈശോ മിശിഹായാണെന്ന് ഒരു വലിയ ബോധ്യത്തോടെ ഉറക്കം നിലവിളിക്കുകയാണ്. യേശുവിന്റെ അതോറിറ്റി എന്താണ്, യേശുവിന്റെ പവർ എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ട് ഒരു വിളിയുണ്ട്. അപ്പൊ കാണാൻ കൊതിക്കുമ്പോ ആ ഈശോയുടെ പവർ, അവന്റെ അതോറിറ്റി, അവന്റെ ശക്തി എന്താണെന്ന് ഈ ഹൃദയത്തിൽ ഇങ്ങനെ നന്നായിട്ട് ഉറപ്പിച്ചു വെക്കണം. ഈ ഹൃദയത്തിൽ ഇങ്ങനെ നന്നായിട്ട് ഉറപ്പിച്ചു വെക്കുമ്പോ ഈശോ അത് നിനക്ക് കാണിച്ചു തരാൻ തുടങ്ങും. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് കണ്ണുകളടച്ചേ. ബർത്തിമേയുസിനെ പോലെ ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ നമ്മൾ ഈശോയെ കുറിച്ച് ഒത്തിരി സാക്ഷ്യങ്ങള് പല മീഡിയാസിലൂടെ കേട്ടിരിക്കുകയാണ്. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം നമ്മൾ കേട്ടു, വചനത്തിലൂടെ കണ്ടു, ചിലപ്പോൾ ബൈബിള് പലയാവർത്തി വായിച്ച് ആരം മുതൽ അവസാനം വരെ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ടു. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിങ്ങനെ കരയുവാണ്, എനിക്കെന്തേ കാണാൻ പറ്റുന്നില്ല, എനിക്കെന്തേ അനുഭവിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് ആ ഒരു അവസ്ഥയെ സമർപ്പിക്കണം. ഒരു വിടുതലിന്റെ സമയമാണിത്. ഒരു വിടുതലിന്റെ സമയം ഈശോ തരുന്ന സമയമാണ്. ഈശോ ജീവിതങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരാൻ നീ കേട്ട ഈശോയെ കാണാനുള്ള കൊതി, ഒരുപക്ഷെ നിന്റെ കുടുംബമായിരിക്കാം, നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കാം, ചിലപ്പോൾ നിന്റെ തന്നെ ആത്മീയ ജീവിതത്തിന്റെ മുരടിപ്പുകളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അത് മുഴുവൻ സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, അവിടെ നിന്നും ജീവിക്കുന്നൊരു ബോധ്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. ഈ മക്കളുടെയൊക്കെ ജീവിതങ്ങളിൽ ഇന്ന് ഈശോയുടെ റിയൽ പ്രസൻസ് വലിയ അടയാളങ്ങളിലൂടെ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, കർത്താവേ, കരയുന്ന മക്കൾക്ക് നീ വാതിൽ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. തളർന്നവൻ ഈശോ വചനം തരികയാണ്, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലൻ അവിടുന്ന് ശക്തി പകരുന്നു. ഈ കൂട്ടായ്മയിൽ അനേകം മക്കളെ ഈശോ ബലം കൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, I am with you, I am with you എന്ന് ഈശോ പല മക്കളോടും പറയുകയാണ്. ചങ്ക തകർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. കുടുംബത്തെ ഓർത്ത്, ആങ്ങളെയോർത്ത് വിലപിക്കുന്ന ഒരു മകൾക്ക് ഈശോ ഉത്തരം കൊടുക്കുകയാണ്. I will do for you. ഈശോ പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കാണാത്ത ചില വഴികള് ദൈവം ചെയ്യും. നീ ഒന്ന് നിലവിളിച്ചു പ്രാർത്ഥിച്ചാൽ, ഉച്ചത്തിൽ നിലവിളിച്ച് ബർത്തിമേയുസിനെ പോലെ ഒന്ന് നിലവിളിച്ച്
വിളിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ജീവിതത്തിന്റെ ഈ തകർച്ചയിലേക്ക് നീ ഒന്ന് കടന്നു വരണം ഈശോയെ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നെടുവീർപ്പുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശുപത്രി കിടക്കയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ, ബ്ലഡിന്റെ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിക്ക് ഈശോ ആ കാര്യങ്ങൾ നോർമലാക്കി കൊടുക്കുന്ന ഒരു ദർശനം ഇപ്പൊ ഈശോ തരുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് കട്ടിലിൽ കിടക്കുകയാണ്, ആശുപത്രിയിൽ ഒരു ബ്ലഡിന്റെ പ്രശ്നമാണ്, അത് നോർമൽ ആകുന്നില്ല. ഈശോ ഈ രാത്രിയിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. കട്ടിലിന്റെ അരികിൽ വന്ന് ഈ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു കിടത്തുന്ന ഒരു വിഷൻ ഈശോ തരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. വീട് ഒരുവിധം പണിതു, പക്ഷെ ആ വീട് പെയിന്റ് അടിക്കാനോ കയറി താമസിക്കാനോ പറ്റാത്ത വിധത്തിൽ സാമ്പത്തിക ഞെരുക്കമുള്ള ഒരു കുടുംബത്തിന് ഈശോ വീട് പണി പൂർത്തിയാക്കി അതിന്റെ ബ്ലെസ്സിങ് നടക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. താക്കോല് കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുക. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, മക്കളുടെ ജീവിതത്തിൽ ഇന്ന് അടയാളങ്ങൾ സംഭവിക്കണം ഈശോയെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ നന്ദി, നന്ദി, നന്ദി. ഈശോ അനേകം ജീവിതങ്ങളെ മുന്നോട്ട് ദ്രുതഗതിയിൽ ഓടിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് പറയാണ്, ഇനി ഇങ്ങനെയല്ല നിങ്ങൾ ഇരിക്കേണ്ടത്, മുന്നോട്ട് ഓടാനുള്ള കൃപ ഈശോ ധൈര്യം തന്നെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വലിയ വചനം പറയണമെന്ന് ഈശോ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി ഈശോ ഒരു പള്ളിയുടെ അൾത്താരയിലേക്ക് കയറ്റി നിർത്തി ബ്ലസ് ചെയ്യുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈ കാതറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഉമേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈശോ അനുഗ്രഹിക്കുന്നതായ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ഈ അഡിക്ഷൻ, ഫിലിമിന്റെ അഡിക്ഷൻ ഉണ്ട്, മൂവി കാണാതിരിക്കാൻ പറ്റാത്ത അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് ഈശോ ഇപ്പോൾ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കുരിശ് വരച്ച് ക്ലെയിം ചെയ്യണം മക്കള്. കുരിശ് വരച്ച് ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന, മഹത്വം, മഹത്വം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും, അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ 3 വ്യക്തികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് ഒരു മെസ്സേജ് കൂടി ഈശോ തരുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിക്കുക. എനിക്ക് ഉറപ്പുണ്ട് ഈശോ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കും. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരികയാണ്. അപ്പോൾ ഈ ബർത്തിമേയുസ് ഉറക്കെ നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ, നിലവിളിയോട് നിലവിളിയാണ് ദൈവസന്നിധിയിൽ. അവൻ ഇങ്ങനെ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോ അവനോട് പലരും പറയുകയാണ്, നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ചിലപ്പോ എന്റെയും നിങ്ങളുടെയും ദൈവസന്നിധിയിലെ കണ്ണുനീരുകളെ ചിലരൊക്കെ പറയും, കരയണ്ട, പ്രാർത്ഥിക്കണ്ട, എന്തിനിങ്ങനെ പ്രാർത്ഥിക്കണം, നീ എന്തിനിങ്ങനെ ചെയ്യണം. ഒത്തിരി ഒത്തിരി വിമർശനങ്ങളും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിലോട്ട് വരും. ചിലപ്പോൾ നമ്മുടെ മക്കൾ തന്നെ ചോദിക്കാൻ, ഒരു വ്യക്തി ഒരു സ്ത്രീയോട് പറയാണ്, സിസ്റ്ററെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷേ കുടുംബത്തിലൊരു സമാധാനം കാണാൻ പറ്റുന്നില്ല. കുടുംബത്തിൽ സമാധാനം കാണാൻ പറ്റാത്തത് കൊണ്ട് എന്റെ മക്കൾ എന്നോട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ ഇത്രയും കാലം പ്രാർത്ഥിച്ചത്? ഒന്നും ഞങ്ങൾ കാണുന്നില്ല, അടിക്കടി പ്രശ്നങ്ങളല്ലാതെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. ഡാഡി കൂടുതൽ മോശമാകുന്നതല്ലാതെ നല്ലതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇപ്പൊ എനിക്കും തോന്നി തുടങ്ങി, സിസ്റ്ററെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിശബ്ദത എന്ന് പറഞ്ഞ് അനേകർ നമ്മുടെ മുമ്പിലോട്ട് വരും. നീ ഇതൊന്നും ചെയ്യണ്ട, നീ ഇവിടെ ചുമ്മാ ഇരുന്നേച്ചാ മതി, നീ പള്ളിയിലും പോകണ്ട, നീ പ്രാർത്ഥിക്കണ്ട, ബൈബിള് വായിക്കണ്ട. പലരും പറയും, ഇന്നീ കാലഘട്ടത്തിൽ പ്രാർത്ഥന എന്ന് കേൾക്കുന്നതും കരിസ്മാറ്റിക് ശുശ്രൂഷ എന്ന് കേൾക്കുന്നതും പലർക്കും ഇഷ്ടമില്ല. പലരും അതിനെല്ലാം വിമർശിക്കുകയാണ്. പ്രാർത്ഥിക്കണ്ട എന്ന് ആവശ്യപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത്. എന്നാൽ ഇന്ന് ഈ വചനം എടുത്തു വെക്കുമ്പോ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈശോ നമ്മളോട് പറയുകയാണ്, നിന്നോട് നിശബ്ദത ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിക്കുക. നീ നിശബ്ദനാകാനല്ല സ്വർഗം നിന്നെ വിളിക്കുന്നത്.
നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ ഈശോ ഇടപെടും. 36 വയസ്സുള്ള ഒരു മോൾക്ക് കല്യാണം നടക്കുന്നേയില്ല, കല്യാണം ആകുന്നേയില്ല. കല്യാണം വേണ്ട എന്ന് അവൾ ആദ്യം പറഞ്ഞു, പിന്നീട് കല്യാണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉന്നതമായൊരു ഫാമിലി, കല്യാണം നടക്കുന്നില്ല. അവര് പലരോടും പ്രാർത്ഥിച്ചു, ഒത്തിരി കാര്യങ്ങൾ നടക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. അവരുടെ തന്നെ മനസ്സിലൊരു ഭാരമാണ്. പക്ഷെ ആ വീട്ടിലെ അപ്പച്ചൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥന നിർത്തരുത്. നമ്മൾ പ്രാർത്ഥന നിർത്തുന്നില്ല. ആരെന്ത് പറഞ്ഞാലും, എന്റെ കൊച്ചിന് 42 വയസ്സായാലും എന്റെ കുഞ്ഞിന് വേണ്ട ജീവിത പങ്കാളി എന്റെ അടുക്കലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ കൊച്ചിന്റെ വിവാഹം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ കൂടി ഈശോ കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുക. നമ്മൾ ആരും കാണുന്ന പോലെയല്ല. നിശബ്ദതയല്ല ദൈവസന്നിധിയിൽ വേണ്ടത്. നിന്റെ നെടുവീർപ്പുകളെ ചേർത്ത് വെച്ച് നീ ഉറക്കെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈശോയെ, ഈ ലോകത്തിൽ എനിക്ക് നീ അല്ലാതെ ആരുമില്ല, അങ്ങാണ് എൻ്റെ പ്രതീക്ഷ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. ഈ ഒരു ചിന്ത എല്ലാ ഹൃദയങ്ങളിലും ഉണ്ടാവട്ടെ. നിങ്ങൾ ദേവാലയത്തിലോട്ട് ചെല്ലുമ്പോ, ഈശോയെ നീയാണ് എൻ്റെ പ്രതീക്ഷ. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോ, ഈശോയെ നീയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു ജോലിക്ക് വേണ്ടി നീ പ്രവേശിക്കുമ്പോ നീ പറയണം, കർത്താവേ അങ്ങാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ ഉള്ളിലിരിക്കുമ്പോ ഒരിക്കലും നീ നിശബ്ദനാവില്ല. ഇവരൊക്കെ നിന്നോട് നിശബ്ദനാകാൻ പറയുമ്പോഴും നീ നിശബ്ദനാകാതെ നിന്റെ ഉള്ളിങ്ങനെ സ്വർഗത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും, സ്വർഗത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ ബർത്തിമേസിന് സംഭവിച്ചത്. കാരണം റിയലായി ഈശോ ആരാണെന്ന് അവൻ കേട്ടിട്ടുണ്ട്. ഹൂ ഈസ് ജീസസ്, വാട്ട് ഹി ക്യാൻ ഡു, അവൻ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഈശോ എന്ന് ബർത്തിമേസ് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അവൻ അറിയാം ഈ കർത്താവിന് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു. ആ ഒരു ഉറപ്പ് ചങ്കിലിരുന്നത് കൊണ്ട് നിശബ്ദത എന്ന് പറഞ്ഞ ഒരു വാക്കുകളെയും ഗവനിക്കാതെ അവൻ പറയുകയാണ്. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം, അങ്ങാണ് എൻ്റെ പ്രത്യാശ, അങ്ങ് മാത്രം നീ ചങ്കിലിരുന്നാൽ ആ ഹൃദയം ഇങ്ങനെ ഉയർത്തി വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഈശോ പറയുന്നില്ലേ, ഈശോ പറയൂലോ, ജെറുസലേമിലേക്കുള്ള ഈശോയുടെ യാത്രയിൽ അനേകൻ ആർത്തി വിളിച്ചപ്പോ പരിസേര് യഹൂദരൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിശബ്ദരായിരിക്കുക, മിണ്ടാതിരിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞില്ലേ, ഇവര് നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. കാരണം ആ സൃഷ്ടിക്കറിയാം ഇതാരായി പോകുന്ന എന്റെ സൃഷ്ടാവെന്ന്. അപ്പോൾ ആ ഒരു ഉൾബോധ്യം ഉള്ളിലിരിക്കുമ്പോ ഉള്ളു വിളിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഉള്ളു പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഉള്ളു സംസാരിക്കാൻ തുടങ്ങും. ഈ ഒരു ലെവൽ, അതായത് മൗത്തിൽ മാത്രമല്ല വേണ്ടത്, നമ്മുടെ കണ്ണുനീരിൽ കണ്ണിൽ കണ്ണുനീര് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഈ കണ്ണുനീരും ഈ സ്വരവും ഈ പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഇപ്പൊ ഈ പ്രാർത്ഥന എപ്പോഴും അധരത്തിൽ നിന്ന് വരുന്നത് മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഹൃദയം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ ആ ഹൃദയം മടുക്കിയല്ല. നമ്മുടെ അധരം പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അധരം മടുക്കുന്നതും നമ്മുടെ അധരത്തെ ചിലർ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ നിശബ്ദരായി പോകുന്നു. അതുകൊണ്ടാണ്. എന്നാൽ ഈ ഹൃദയം പ്രാർത്ഥിക്കുമ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല, അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമുക്കറിയാം. പാതുരപ്പിയുടെ ജീവിതമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. വലിയ വിശുദ്ധനായ പാതുരപ്പിയോട് കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞു, കുമ്പസാരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ അധികാരികൾ പല വിധത്തിൽ അദ്ദേഹത്തെ അടച്ചുപൂട്ടി വെക്കുമ്പോഴും പ്രാർത്ഥനയിൽ അത്യുന്നത ശൃംഖത്തിലേക്ക് ഉയർന്ന വിശുദ്ധനെയാണ് നമ്മൾ കാണുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഴുകാത്ത ശവശരീരം കാണാൻ ഇറ്റലിയിലെ സാൻ ജിയോവാനി എന്ന ദേവാലയത്തിലേക്ക് അനേകര് കടന്നു ചെല്ലുമ്പോ, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ്? എത്ര അടക്കി വെച്ചാലും ഉള്ളു പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, ഉള്ളു കരഞ്ഞു തുടങ്ങിയാൽ സ്വർഗം അവനോടൊപ്പം ഇറങ്ങി വന്ന് വസിച്ച് അവന്റെ ജീവിതത്തെ ഉയർത്തും. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 20-ാമത്തെ വചനം, ഈ ജനത്തിന്റെ മുമ്പിൽ ഒരു പിത്തള കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും. കർത്താവിന്റെ വചനമാണ്. കർത്താവ് നമ്മളെ ഉയർത്തി വെക്കും. പക്ഷെ ഉള്ളു പ്രാർത്ഥിക്കണം, ഉള്ളു പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും ഓർക്കും, എന്റെ ചെറുപ്പ കാലഘട്ടത്തില് മുന്നോട്ട് നോക്കുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും സാമ്പത്തികമായ എല്ലാ വിധത്തിലും പകർച്ചകൾ മാത്രമുള്ളപ്പോ പ്രാർത്ഥിക്കുന്ന ഹൃദയമുള്ള ഒരു മമ്മി എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതാ കാണുന്നത്. അതിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രതീക്ഷയിൽ 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒന്നും ഒരു പ്രതീക്ഷകളില്ല ലൈഫിൽ, മുന്നോട്ടൊന്നുമില്ല. ആ ഇല്ലായ്മയിൽ ഞാൻ കാണുന്നത് പ്രാർത്ഥിക്കുന്നതാണ്. അമ്മ പ്രാർത്ഥിക്കുമ്പോ അധികം ആയിരങ്ങൾ വീട്ടിലോട്ട് കുമിഞ്ഞു കൂടുന്നില്ല, പക്ഷെ ഉള്ളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കാലങ്ങൾ പിന്നിട്ട് പുറകോട്ട് നോക്കുമ്പോ നിശബ്ദമാകാതെ പ്രാർത്ഥിച്ച ഒരമ്മയുടെ കൃപയാണ് കുടുംബത്തിലോട്ട് ഇന്നോളം കുമിഞ്ഞു കൂടിയതെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് എൻ്റെ മക്കളെ,
നമ്മൾ നിശബ്ദരാകുകയല്ല, ഉള്ളു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണമെന്ന് കർത്താവ് ഈ ബർത്തിമേയുസിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചു വെക്കുകയാണ്. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ 49 വചനം, ഈശോ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൻ കരയുമ്പോൾ ഈശോ നടക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒറ്റ വിളിയിൽ ഒറ്റ കരച്ചിൽ ഈശോ നിന്നിട്ടില്ല. അപ്പോൾ അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നടക്കുന്ന ഈശോ ആ നിലവിളിയുടെ സ്വരം, ആ നെടുവീർപ്പിന്റെ ആഴം കേട്ടിട്ട്, അതാണ് വചനം 49 വചനം, യേശു പെട്ടെന്ന് നിന്നിട്ട് അവനോട് പറഞ്ഞു. പ്രിയപ്പെട്ട, ഈശോ പെട്ടെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ നെടുവീർപ്പിൽ ഈശോ പെട്ടെന്ന് നിന്നിട്ട് അവനോട് പറഞ്ഞു, അവനെ വിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ നിലവിളിച്ചു തുടങ്ങി, കരഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഉടനടി അത്ഭുതം ഒന്നുമില്ല. ഈശോ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്റെ നിലവിളിയുടെ നെടുവീർപ്പിന്റെ ആഴം ഹൃദയത്തോട് പറയുന്ന ഒരു ലെവലുണ്ട്. ആ ഹൃദയത്തിൽ തൊട്ടപ്പോ ഈശോ നിൽക്കുകയാണ്. അപ്പൊ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, അധരത്തിലല്ല പ്രാർത്ഥിക്കേണ്ടത്, ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. ഹൃദയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് വേണ്ടി ഈശോ നിൽക്കും. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്. ജോഷുവ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ജോഷുവയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജോഷുവ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഇന്ന് സൂര്യൻ അസ്തമിക്കാൻ പാടില്ല. ജോഷുവ പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് സൂര്യൻ അസ്തമിക്കരുത്. ജോഷുവ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വാക്ക് കേട്ട് സൂര്യൻ ഒരു രാത്രി മുഴുവൻ അസ്തമിക്കാതെ നിന്നുവെന്നും അങ്ങനെയൊന്ന് പിന്നീട് ഒരിക്കലും സംഭവിച്ചിട്ട് അതിന് മുമ്പോ പിമ്പോ സംഭവിച്ചിട്ടില്ലെന്നും വിശുദ്ധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൃദയത്തിന്റെ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, എന്തും സാധ്യമാക്കാൻ പറ്റുന്നതാണ്. ഈശോ നിൽക്കും, ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. നീ അത് വിശ്വസിക്കണം. നിന്റെ ഹൃദയം ഈശോയോട് ചൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. കർത്താവിന്റെ അത്ഭുതങ്ങൾ നിനക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഈശോ പറഞ്ഞു, അവനെ വിളിക്കും. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. ഇവിടെ അതിന്റെ വലിയ വ്യാഖ്യാനങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് അതിന് സമയമില്ല. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിന് വലിയ വലിയ വ്യാഖ്യാനം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, തീരെ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കും. അവനപ്പം എന്ത് ചെയ്തു? ഇറങ്ങി ഓടുകയാണ്. അവൻ നടക്കുവല്ല, ഓടുവാണ്. കേട്ടവനെ കാണാൻ ഒരു വിളി ദൈവം തന്നപ്പോ അവൻ ഓടുവാണ്. ഓടി ഈശോയുടെ അടുത്തോട്ട് ചെന്ന് തനിക്കുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ഓടി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് നാളുകള് വഴിയരികിൽ ഇരിക്കേണ്ടി വരും, ഒരുപാട് നാളുകൾ കൈനീട്ടേണ്ടി വരും. പക്ഷേ നിന്റെ ഉള്ളു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്നെ വിളിക്കാൻ, നിന്നെ കാണാൻ നിന്റെ ഈശോ വരും. നിന്റെ ഈശോ വരുമ്പോ നീ എല്ലാം മറന്ന് കൊതിയോടൊരു ഓട്ടമുണ്ട് ഈശോയുടെ അടുക്കലേക്ക്. ആ ഒരു ഓട്ടമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം. അന്ന് എനിക്കും നിങ്ങൾക്കും കണ്ണുനീരില്ല, ആനന്ദ അശ്രുക്കൾ ഒഴുകും. നെടുവീർപ്പിന്റെ കണ്ണുനീരല്ല. ഈശോയുടെ പക്കലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു ബർത്തിമേസിനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. എല്ലാവരും നിശബ്ദരാകാൻ പറഞ്ഞപ്പോ, ഹൃദയത്തോട് പ്രാർത്ഥിച്ചപ്പോ, ഇതാ ഈശോയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു ബർത്തിമേസ്. ഈശോയെ, ഇന്ന് ഈ വെള്ളിയാഴ്ച ഞാനും നിന്റെ അടുക്കലേക്ക് ഓടി വരാൻ ഒരു കൊതിയുണ്ട് കർത്താവേ. എന്നെ വിളിക്കുന്ന നിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ, എന്റെ ജീവിതത്തിന്റെ വഴികളിലേക്ക് ഇറങ്ങി വരുന്ന നിന്നെ ഒന്ന് കേൾക്കാൻ എനിക്കൊരു കൃപ തരണേ. പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുക്കലെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. പ്രിയപ്പെട്ടവരെ, എന്തിനായിരിക്കും ബർത്തിമേസ് കാഴ്ച വീണ്ടും കിട്ടണമെന്ന് ചോദിച്ചത്? എല്ലാരെയും പോലെ ലോകത്തിന്റെ ഈ മനോഹാരിത കാണാനാണോ? അവൻ ഈശോ ഒരു കാഴ്ച കൊടുത്തപ്പോ അവൻ ആദ്യം ആരെയാ കണ്ടേ? ഈശോയെ കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്കും നിങ്ങൾക്കും സ്വന്തമായി ഈശോ തന്ന മുഴുവൻ സൗഭാഗ്യങ്ങളിലും നിങ്ങളും ആരെ കാണണം? ഈശോയെ കാണണം. എനിക്കും നിങ്ങൾക്കും ഈശോ തന്ന ഓരോ സൗഭാഗ്യങ്ങളിലും, കൈകൾ ഉയർത്തുമ്പോഴും കരങ്ങൾ ഉയർത്തുമ്പോഴും ഒരു പൗണ്ട് എടുത്ത് പേഴ്സിലോട്ട് വെക്കുമ്പോഴും കർത്താവിനെ കാണാൻ എനിക്ക് നിങ്ങൾക്കും പറ്റണം. അതിലുള്ള കാഴ്ചയാണ് നമുക്ക് വേണ്ടത്. ബർത്തിമേസിന്റെ അത്രയും നാളുകൾ അടഞ്ഞിരുന്ന കണ്ണുകൾക്ക് മുമ്പിൽ അവൻ ആരെ കാണാനാ കൊതിച്ചത്? ഈശോയെ കാണാൻ കൊതിച്ചപ്പോ അവന്റെ കൺമുമ്പിൽ
ലോകത്തിന്റെ ഒരു കാഴ്ചകളല്ല കണ്ടത്. അവൻ ഈശോയെ കണ്ടപ്പോ എനിക്ക് ഉറപ്പുണ്ട്, യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. പിന്നെ അവൻ ലോകത്തെ അനുഗമിച്ചതായി നമ്മൾ കാണുന്നില്ല. ഈ കണ്ണുകൾ കൊണ്ട് പിന്നെ അവൻ കണ്ടു കാണും ലോകത്തിന്റെ ഒരുപാട് സുഖമോഹങ്ങള്. അവൻ കണ്ണില്ലാത്തപ്പോ ആസ്വദിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ണു തുറന്നവൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവൻ അതിനെ ഒന്നും അനുഗമിച്ചില്ല. അവൻ അനുഗമിച്ചത് യേശുവിനെ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അവന്റെ കൺമുമ്പിൽ യേശുവിനെ മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും അവൻ കണ്ടില്ല. നമ്മൾ ഈ രാത്രി ഇവിടെ ഇരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോ ഈശോയോട് പറയണം, ഈശോയെ, എനിക്കിത് കിട്ടുമ്പോ നിന്നെ മാത്രം കാണാൻ, നിന്നെ മാത്രം അനുഗമിക്കാനുള്ള കൃപ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളുമൊക്കെ എവിടെയാണ് യേശുവിനെ കാണാൻ കൊതിക്കുന്നതോ ആ കൃപ നമ്മുടെ ജീവിതത്തോട് ഈശോ ചേർത്ത് വെക്കുമ്പോ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം, ഈശോയെ, അതിലൂടെ എനിക്ക് നിന്നെ പരിപൂർണമായി കാണാനും അനുഗമിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്കൊക്കെ പറ്റുന്നതും, പലരും കരിസ്മാറ്റിക് ശുശ്രൂഷകളെ വിമർശിക്കുന്നു. എന്തുകൊണ്ടാണ്? അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോ യേശുവിനെ കാണാൻ നമുക്ക് പറ്റുന്നില്ല, യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വീണ്ടും നമ്മുടെ ലോകത്തിന്റെ മോഹങ്ങളിലേക്കുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. എന്നാൽ യേശുവിനെ കാണാൻ നമുക്ക് പറ്റുന്ന അൾത്താരയ്ക്ക് ചുറ്റും ഞാനും നിങ്ങൾ ഓടിക്കൂടുമ്പോ, ഇടവക ദേവാലയത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ, സഭയിലേക്ക് നമ്മൾ ചേർന്നിരിക്കുമ്പോ, യേശുവിനെ അനുഗമിക്കും തോറും ഈ കാഴ്ചയിൽ പുതിയ പുതിയ കൃപകൾ ഈശോ കൂട്ടിച്ചേർക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുക. ഒരു ബർത്തിമേയിസിനെ പോലെ ഇന്ന് യേശുവിനെ ദിവ്യകാരുണ്യത്തിൽ കണ്ട് നിന്റെ ജീവിതത്തോട് അത് ചേർത്ത് പിടിക്കാൻ ഒരു കരച്ചിലിന്റെ യാത്രയിലാണ് ഈ ആരാധന. എല്ലാ മക്കളും കണ്ണുകൾ അടയ്ക്കട്ടെ, കരങ്ങൾ കൂട്ടിപ്പിടിക്കട്ടെ. ഈശോ നിന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാനുള്ള വലിയ കൊതിയോടെ, ഈശോയെ, ഞങ്ങളായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും നിനക്ക് സമർപ്പിക്കുക. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും നിന്റെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഈ കൂട്ടായ്മയില് കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന മക്കള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അൾത്താരയോട് ചേർത്ത് വെച്ച്, ജീവിക്കുന്ന ഈശോയിലേക്ക് എല്ലാ മക്കളും ജീവിതം ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ മക്കളും കണ്ണുകൾ അടയ്ക്കും. സാധിക്കുന്നവരൊക്കെ നിങ്ങളുടെ മുറിയിൽ മുട്ടുകുത്താൻ പറ്റിയാൽ മുട്ടുകുത്ത്. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. നിന്റെ ജീവിതത്തിന്റെ ഈ സാഹചര്യത്തിൽ തിരുവോസ്തിയോട് നീ ഒന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം കേട്ട വചനം പോലെ സങ്കീർത്തനം 5:1, ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൃപയുടെ മണിക്കൂറാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. അവിടെ വചനം എഴുതിയിരിക്കുകയാണ്. വചനം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ഈ തിരുവോസ്തിയോട് സംസാരിക്കട്ടെ. ഈശോയെ, എന്റെ പ്രാർത്ഥന കേൾക്കണേ കർത്താവേ, എന്റെ നെടുവീർപ്പുകൾ നീ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ പക്കലേക്ക് നിങ്ങൾ ഉയർത്തി വെക്കും. ഈശോയെ, ഈ ലോകത്തിൽ അങ്ങാണ് എന്റെ പ്രതീക്ഷ. ഒന്ന് ഏറ്റുപറഞ്ഞു. വചനം കേട്ടു, ജെറമ്യ 17:7, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രതീക്ഷ അവിടുന്ന് തന്നെയെന്ന് നമ്മൾ ഈശോയോട് പറയുകയാണ്. ഈശോയെ, അങ്ങാണ് എന്റെ പ്രതീക്ഷ, അങ്ങ് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തില് ഇന്ന് പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന ചില മേഖലകളുണ്ട്. ജോലിയാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, കുടുംബജീവിതത്തിന്റെ വലിയ തകർച്ചകളാകാം, കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മക്കളാകാം. കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ട് ഈശോ കൊടുത്ത ഒരു കുഞ്ഞ്, അവൾ ഇന്ന് കൈവിട്ട് ദൂരേക്ക് പോയി മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ ഇറങ്ങിപ്പോയതോർത്ത് ചങ്കുപൊട്ടി കരയുന്ന ഒരു പേരന്റ് രാവിലെ മെസ്സേജ് ഇട്ടിരിക്കുക. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ ഇതുപോലെ വളർത്തിയിട്ട് നഷ്ടപ്പെടുമ്പോൾ ചില ചങ്കിന്റെ വേദനകളുണ്ട്. കുഞ്ഞിന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. നമുക്കെല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് വെക്കാം. നമ്മളെ കാണുന്നൊരു കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഈശോ ഇതാ നമ്മുടെ മുമ്പിലൂടെ നടന്നു നീങ്ങുകയാണ്.
നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും ഹൃദയത്തിന്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയുടെ പക്കലേക്ക് ജീവിതം ചേർത്ത് വെച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ, കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വലിയ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ ആശ്രയിക്കുകയാണ് കർത്താവേ. അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ നിന്റെ വലിയ കരുണയിലേക്ക്, നിന്റെ വലിയ കരുണയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ദമ്പതികളെ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ ജോലിയില്ലാത്ത എല്ലാ മക്കളെയും ഈ സമയം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു സാമ്പത്തികമായ ഉയർച്ചയില്ലാത്ത മക്കള്, നിങ്ങളുടെ ബിസിനസ് ആകാം, കൃഷിയിടങ്ങളാകാം, പല വിധത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുകയാണ്. കർത്താവെ, ഒരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, കർത്താവെ ഒരു ചെറിയ കാര്യമെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. നമ്മൾ അവരെല്ലാം ഈശോയുടെ വലിയ സാന്നിധ്യത്തിന്റെ മുൻപിലേക്ക്, കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമ്മൾ ഈ സമയത്ത് സമർപ്പിക്കും. വിശ്വസിക്കണം, വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ, ഏതെങ്കിലും വിധത്തിലുള്ള ഭാരങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഈശോയെ, ജോലിയില്ലാത്ത മക്കളെ എല്ലാം സമർപ്പിക്കുക. റോമാക്കർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. ഒരു പ്രമോഷന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. പ്രിയപ്പെട്ട മക്കളെ, ഒരു ജോലിയിൽ എവിടെ എത്ര നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മക്കളെല്ലാം ഇപ്പൊ പ്രാർത്ഥിക്കണം. വിശ്വസിക്കുക. നമ്മൾ ഈശോയോടാണ് പ്രാർത്ഥിക്കുക. നിങ്ങളിവിടെ വേറെ ആരുമില്ല. നമ്മുടെ ഈശോയോട് നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈശോയെ, വേണ്ടത്ര ഒരു ജോലി ഉയർപ്പ് എനിക്ക് കിട്ടുന്നില്ല. ഈശോ, ഒരു നല്ല ജോലി എനിക്ക് കിട്ടുന്നില്ല. ചിലരെങ്കിലുമൊക്കെ വിദേശത്തോട്ട് പോകാനും ഒക്കെ ആഗ്രഹിച്ച് പല വിധത്തിൽ പണം മുടക്കിയിട്ടിരിക്കുന്ന മക്കളുണ്ട്. ക്വാളിഫിക്കേഷന് ചേർന്ന ജോലിയില്ലാത്ത മക്കളുണ്ട്. അവരെല്ലാം നമ്മൾ ഈശോയുടെ കരങ്ങളോട്ട് കൊടുക്കുക. കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ ഈ കൂട്ടായ്മയില് ജോലിയില്ലാത്ത മക്കള്, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന മക്കള്, അവരെല്ലാം പ്രാർത്ഥിക്കും. സങ്കീർത്തനം 37-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയും, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനം 4-ാം അധ്യായം 1-ാം വചനം പറയും, എനിക്ക് നീതി നടത്തി തരുന്ന എൻ്റെ ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം അരുളണം. കർത്താവെ, ഈ ഹൃദയങ്ങളെല്ലാം നിന്നോട് പ്രാർത്ഥിക്കുക. മക്കൾക്കൊരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, മക്കളുടെ പഠന മേഖല അഭിവൃദ്ധിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മക്കള്, ഒരു അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയിലൂടെ ബുദ്ധിമുട്ടുന്ന മക്കള്, നേഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങള്, ഈശോയെ എല്ലാ മക്കളെയും തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. OET, CBT, OSCE, IELTS പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക. കർത്താവെ, ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളെയും ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും സാധിക്കുമെങ്കിൽ 2 കരങ്ങളും സ്വർഗത്തിലോട്ട് ഉയർത്തും. നിങ്ങൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക തലങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, മക്കളുടെ പഠന മേഖലകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണേ അപ്പാ. കർത്താവേ, എല്ലാ മക്കളെ PSC പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കള്, PSC ലിസ്റ്റിലുള്ള മക്കള്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കള്, ഈശോയെ അവരെ എല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. അനേക തലത്തിൽ ഈശോയെ കാനഡയിലൊക്കെ ജോലിയില്ലാത്ത മക്കളുണ്ട് കർത്താവേ, അവരെല്ലാം നിനക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഒത്തിരി മക്കൾ ജോലി തടസ്സമുള്ള മക്കളുണ്ട് ഈശോയെ, അവരെല്ലാം നിനക്ക് സമർപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഉള്ളിൽ തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെ ഉയർത്തി വെക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈശോ നിങ്ങളെ ഉയർത്തും. ഈശോ, ചില മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ
കാത്തു സൂക്ഷിക്കുകയാണ്. ചില മക്കൾക്ക് ഈശോ ജോലിയുടെ ലെറ്ററുകൾ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. ഈ ചില മക്കളുടെ പരീക്ഷകൾ ടിക്കറ്റ് തരുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. വിശ്വസിക്കുക, നിങ്ങൾ ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവ് പറയാൻ, എന്റെ സ്നേഹം കടലോളമാണ്, അവന്റെ സ്നേഹ കടലിലേക്ക് എല്ലാ മക്കളും ചേർന്നിരിക്കട്ടെ. ഈശോ 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 ഈശോ. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോ ഈ കൂട്ടായ്മയെ ചേർത്ത് പിടിക്കുകയാണ്. ഈശോയുടെ സ്നേഹത്തിനുള്ളിലേക്ക് ഈശോ ഈ കൂട്ടായ്മയെ ചേർത്ത് പിടിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു, കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഈശോയെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയെ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോയെ ഗൾഫ് കൺട്രീസിലൊക്കെ വിസിറ്റിംഗ് വിസായി പോയി ജോലിയില്ലാത്ത മക്കളുണ്ട് കർത്താവെ. ഒരു ഭവനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മക്കളുണ്ട് കർത്താവെ. ജോലി നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ. അവരെല്ലാം അനുഗ്രഹിക്കണം കർത്താവെ. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവേ മഹത്വം മഹത്വം മഹത്വം. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈശോയ്ക്കൊന്ന് സമർപ്പിച്ച്, നീ ഏത് അവസ്ഥയിലാണെങ്കിൽ എന്റെ ഈശോയെ എന്നെ തള്ളിക്കളയലേ എന്നൊന്ന് പ്രാർത്ഥിച്ച മക്കളെ, ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം ഈശോയെ. കർത്താവെ, ജോലിയിൽ തകർച്ചയുള്ള മക്കള്, സാമ്പത്തിക കടബാധ്യത, ജപ്തിയിലെത്തി നിൽക്കുന്ന മക്കള്, ഒരു വീടില്ലാത്ത മക്കള് ഈശോയെ, ഒരു വീട് പണിത് കാണാൻ കൊതിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. കർത്താവെ, നിനക്കെല്ലാം സാധിക്കും ഈശോയെ. നീ ഒന്ന് മനസ്സായാൽ എല്ലാം സാധിക്കും. ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കും മക്കളെ ഈശോയോട്. നമ്മൾ എല്ലാവരും ഈ കൂട്ടായ്മയുള്ള എല്ലാ മക്കളും പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാത്തവർക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളെ ഓർത്ത് കരയുന്നവർ ഈശോയെ, മക്കളെല്ലാം അനുഗ്രഹിക്കണം. ഈശോ ഈ സമയത്തിനോട് പറയാണ്, നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാ മക്കളെയും തിരുമുമ്പിൽ സമർപ്പിക്കുക ഈശോയെ. രാത്രി കാലങ്ങളിൽ ഉറക്കമളച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഈശോ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഒരു വിഷം തരികയാണ്. ഒത്തിരി പേരുടെ ശിരസിലേക്ക് ഈശോ ഇങ്ങനെ കൈവെച്ച് അനുഗ്രഹിക്കുക. ആ കൈക്ക് വലിയ ഭാരമാണ്, വലിയ കനവാണ്. അത് അനുഗ്രഹത്തിന്റെ കൃപയാണ് ഈശോ എനിക്ക് കാണിച്ചു തരും. ഇപ്പൊ ഈശോ ഏറ്റെടുക്കും, എനിക്ക് ഉറപ്പുണ്ട് ഈശോ ഏറ്റെടുക്കും. ഈശോ ഒത്തിരി മക്കളെ അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു ഈശോയെ നന്ദി. ഈശോ ഒരു തടി ബിസിനസ് തുടങ്ങാനായിട്ട് ഈശോ ഒരു വ്യക്തിക്ക് ഈ സമയത്ത് പ്രത്യേകം ഒരു പ്രേരണ കൊടുക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആ തടി ബിസിനസ്സിനെ ഈശോ അനുഗ്രഹിക്കുന്നു പറയാനായിട്ട് ഈശോ അവരോട് പറയുകയാണ്. കർത്താവെ, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, കൃപ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. കുമാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി ആരാധന. അല്ലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. കർത്താവെ, നന്ദി പറയുന്നു. കർത്താവെ, ഈ കൂട്ടായ്മയോർത്ത് നിനക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, നന്ദി. പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരിക്കൽ കൂടി കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ അനേകം മക്കൾ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുകയും ഈശോയെ, എന്റെ പൊന്നു തമ്പുരാനെ, പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് സാധ്യം. നിന്റെ വലിയ ദാനമാണ് ഈശോയെ. ഒരു കുടുംബത്തിൽ 3 മക്കൾക്കും കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് കണ്ണുനീരൊഴുക്കുന്ന ഒരു മാതാപിതാക്കളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ സമയത്ത് അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഈശോയെ. മറ്റൊരു കുഞ്ഞിന് വേണ്ടി കൂടി ആഗ്രഹിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് ഈശോയെ, അവരെ സമർപ്പിക്കും. കർത്താവെ, 10ഉം 12ഉം 20ഉം വർഷമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിരിക്കുന്ന 2 ഫാമിലിയെ പ്രത്യേകം ഓർക്കുന്നു ഈശോ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ മേൽ ഈശോയെ നിന്റെ വലിയ കരുണയൊന്ന് ഒഴുക്കണേ അപ്പ. എലിസബത്തിനും സക്കറിയാക്കും പ്രായാധിക്യത്തിൽ കുഞ്ഞിനെ കൊടുത്ത ഈശോയെ, ഈ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട് ഈശോയെ നീ ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, കണ്ണ് പറഞ്ഞില്ലേ, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. അത് പറയാൻ ഈ മക്കൾക്കെല്ലാം അവിടുന്ന് കൃപ കൊടുക്കണം ഈശോയെ. അവിടുന്ന് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങയുടെ ദാനമാണല്ലോ കർത്താവെ കുഞ്ഞുങ്ങൾ. ഉദരഫലം അങ്ങയുടെ സമ്മാനമാണല്ലോ കർത്താവെ. എത്രയോ നാളായി മക്കളില്ലാത്ത ദമ്പതികൾ കാത്തിരിക്കുന്നു ഈശോയെ. എന്റെ പൊന്നീശോയെ, അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണം ഈശോ. കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയില് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കട്ടെ.
നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ആർക്കെങ്കിലും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ പേരെടുത്തു വെച്ച് പ്രാർത്ഥിക്കും, പേര് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കും. ഈശോയെ അനുഗ്രഹിക്കണം, ഈശോയെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണം, ഈശോയെ കർത്താവെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്ന ഈശോയെ, ബിഹേവിയർ പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ, സംസാര ശക്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഞങ്ങളെ ഒരു ഹൃദയത്തോടെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ അവിടുന്ന് ഇറങ്ങി വരണ ഈശോയെ, അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ എന്ന് സ്തുതിച്ചേ. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ രാത്രി ചെയ്യണം. സാധിക്കുന്നവരൊക്കെ രണ്ട് കരങ്ങളും ഉയർത്തി വലിയ വിശ്വാസത്തോടെ സ്വർഗ്ഗസന്നിധിയിലേക്ക് നെടുവീർപ്പോടെ ഉള്ളു തുറന്ന് യേശുവേ 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 ആരാധന ആരാധന. കർത്താവെ സ്വർഗം തുറന്ന് ഈ മക്കളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവെ, ഈ മക്കളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. കർത്താവെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 2 പേർക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ കർത്താവെ വലിയ കരുണ കാണിക്കണേ അപ്പാ, വലിയ കരുണ കാണിക്കണേ. ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. കർത്താവെ മഹത്വം മഹത്വം മഹത്വം. ഈശോ ഈശോ ഈശോ. ആൻഡോ എന്ന് പറയുന്ന മകനെ പരിശുദ്ധ അമ്മ പൊതിഞ്ഞു പിടിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോ നന്ദി. കാലിൽ ഉണങ്ങാത്തൊരു മുറിവുള്ള ഒരു വ്യക്തിക്ക് ആ മുറിവ് ഉണങ്ങാനുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി നന്ദി നന്ദി. വിദേശത്തോട്ട് പോകാൻ ഒരു കൃപ ഒരു വ്യക്തിക്ക് കൊടുത്ത് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു ദർശനം കർത്താവ് തരുന്നു. ഈശോയെ നന്ദി നന്ദി നന്ദി. ആരാധന 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 ആരാധന. കർത്താവേ മഹത്വം 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 മഹത്വം. ഈശോ 3 വർഷമായി ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഈശോ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ബിനു എന്ന് പറയുന്ന മകനെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവേ മഹത്വം 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 മഹത്വം. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി നമ്മൾ സമർപ്പിക്കുക. ഈശോ ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഈശോയോട് പറ. നിങ്ങൾക്ക് ഈശോയോട് എന്തൊക്കെയാ പറയാനുള്ളത് അത് മുഴുവൻ ഈശോയോട് പറയണം. ഈശോയെ, എന്നെ കാണുന്ന ഈശോയെ, ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം ജീവിക്കുന്ന ഈശോയോട് ഒന്ന് സംസാരിക്കട്ടെ. ഈശോയെ, എന്നെ കുറിച്ച് നിനക്ക് ഒരുപാട് പദ്ധതികളില്ല ഈശോയെ. ഓരോരുത്തരും ചോദിക്കും ഈശോയെ. എന്റെ കുടുംബത്തെ കുറിച്ച് നിനക്ക് വലിയ സ്വപ്നങ്ങളില്ല ഈശോയെ. മക്കളെല്ലാം കുടുംബത്തെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിനക്ക് വലിയ സ്വപ്നങ്ങളില്ല ഈശോയെ. ചോദിക്കും മക്കളെ ഈശോയോട്. ഈശോയെ, എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിനക്ക് വലിയ സ്വപ്നങ്ങളില്ല ഈശോയെ. അങ്ങ് എന്തേ അതൊന്നും കാണാത്ത ഈശോയെ? എന്തേ അതൊന്നും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് ഈശോയെ. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തെ ഒന്ന് ഏറ്റെടുക്കണേ ഈശോയെ. ഓരോ മക്കളും പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് ആരെയും അറിയത്തില്ല, ഈശോയ്ക്ക് മാത്രമേ അവരെ കുറിച്ച് അറിയത്തുള്ളൂ. ഈശോയെ, അവിടുന്ന് അവരെ എല്ലാം ഒന്ന് ഏറ്റെടുക്കണേ ഈശോയെ. ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് ഏറ്റെടുക്കണേ ഈശോ. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് ഈശോയെ നീ ഒന്ന് കടന്നു വരാം. കുടുംബ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെ നമ്മൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയും നിങ്ങൾ ഈശോയോട് ഉള്ളുരുകി പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ പേരുകൾ ഈശോയോട് പറയട്ടെ. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഒക്കെ പേരുകൾ ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കും. ഈശോയെ, എൻ്റെ കുടുംബത്തെ അവിടുന്ന് ഏറ്റെടുക്കണേ ഈശോയെ. എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഏറ്റെടുക്കണേ ഈശോയെ. അവിടുന്ന് അനുഗ്രഹിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയാണ്, പഠന മേഖലയാണ്, വിവാഹമാണ്, ജോലി അവസ്ഥയാണ്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാണ്, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളാണ്. സമർപ്പിക്കണം ഈശോയെ. കുടുംബത്തെ അനുഗ്രഹിക്കണം. നിങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബത്തെ ഈ ആൾത്താരയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കും. ഈശോ തന്നതാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈശോ തന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ചില കുറവുകളുണ്ടാവും. പ്രാർത്ഥിക്കുന്നവരായിരിക്കില്ല, പഠിക്കുന്നവരായിരിക്കില്ല, അനുസരിക്കുന്നവരായിരിക്കില്ല. ഈശോയെ, നിനക്ക് പറ്റും ഈശോയെ അവരെ എല്ലാം മാറ്റിയെടുക്കാൻ ഒന്ന് പറഞ്ഞ ഈശോയോട്. ചിലപ്പോൾ നമ്മുടെ മക്കൾ രോഗമുള്ളവരായിരിക്കും,
ഈശോയെ നിനക്ക് പറ്റും. എൻ്റെ വീട്ടിൽ ഈശോ നിറഞ്ഞു നിൽക്കണം ഈശോയെ, ഞാനത് ആഗ്രഹിക്കുന്ന കർത്താവേ. ഈശോയുടെ വചനം പറയുകയാണ്, 1 സാമുവേൽ 25-6 നിങ്ങൾ ഇപ്രകാരം പറയണം, നിനക്ക് സമാധാനം, നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലത്തിനും സമാധാനം. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, കുടുംബത്തിലേക്ക് വലിയ സമാധാനം നിറയാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കും. ഈശോയെ, സമാധാനമായ എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തിലേക്ക് സമാധാനം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, എൻ്റെ കുടുംബത്തിലേക്ക് സമാധാനം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അപ്പസ്തോല പ്രവർത്തനം 16-31 ഞങ്ങൾ വായിക്കുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കണം. അവർക്ക് വലിയ സമാധാനം കിട്ടണം. ചിലപ്പോൾ അവർ ലോകമോഹങ്ങളുടെയൊക്കെ പിന്നാലെ പോകാനുള്ള കൊതി പ്രകടിപ്പിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഈശോയോട് താല്പര്യം കുറഞ്ഞു പോയിട്ടുണ്ടാകും. എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കും. ചിലപ്പോൾ നമ്മുടെ മക്കൾ ഒത്തിരി തല്ലിപ്പൊളിയായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഈശോയെ, മദ്യപാനത്തിന്റെ കെട്ടിലുള്ള മക്കളുണ്ട്, ഡ്രഗ്സിന് അടിമപ്പെട്ട മക്കളുണ്ട് ഈശോയെ, കൂട്ടുകാരത്ത് വീട്ടിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ഇറങ്ങിപ്പോകുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നിനക്ക് സമർപ്പിക്കുക. പഠിത്തത്തിൽ ഒട്ടും താല്പര്യം കാണിക്കാത്ത മക്കളുണ്ടാകും ചിലപ്പോൾ നമുക്ക്. അതെല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കാം. ജോബിന്റെ പുസ്തകം 1-10 നമ്മൾ വായിക്കും, അങ്ങ് അവനും അവന്റെ ഭവനത്തിനും ചുറ്റും സമ്പത്തിനു ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവന്റെ പ്രവൃത്തികളെ അവിടുന്ന് അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബത്തിന് വലിയ സംരക്ഷണം നൽകാൻ, വലിയ സുരക്ഷിതത്വം നൽകാൻ ഈശോയെ, എൻ്റെ പൊന്നീശോയെ, എല്ലാ തരങ്ങളും പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ സംരക്ഷണം ഉണ്ടാവട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ സംരക്ഷണം ഉണ്ടാവട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വലിയ സംരക്ഷണം ഉണ്ടാവട്ടെ. ഈശോ, എൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണം ഈശോയെ, എൻ്റെ മക്കളെ നീ ഏറ്റെടുക്കണം ഈശോയെ. കർത്താവേ, അവരുടെ കണ്ണുനീര് കാണാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. എന്തൊക്കെ നേടിയെടുത്താലും ഈശോ നഷ്ടപ്പെടരുത് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശോ നഷ്ടപ്പെടരുത്. ഈശോയെ, ഈശോയെ ഏറ്റെടുക്കണം ഈശോയെ. ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെ ഏറ്റെടുക്കണം ഈശോയെ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിച്ച് ലോകത്തുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ, ഏതെങ്കിലും കൂട്ടുകെട്ടിലാണെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ അനുഗ്രഹിക്കണം ഈശോയെ, കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജോബ് 5:24 ഞങ്ങൾ വായിക്കുന്നു, നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും, നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി നീ കാണുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നിങ്ങൾ ഈ സമയത്തെല്ലാം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മറ്റൊരാൾക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ ഈശോയുടെ പക്കലേക്ക് എടുത്തെടുത്ത് വെച്ച് കൊടുക്കണം. ഈശോയെ, അവിടുന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണം ഈശോ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം ഈശോയെ, നിങ്ങളുടെ തലമുറകളെ ബ്ലെസ് ചെയ്യണേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ തലങ്ങളെയും ഒരിക്കൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സർവശക്തിയോടെ ഒരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു ഈശോയെ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണ ഈശോയെ, തലമുറകളെ അനുഗ്രഹിക്കണ ഈശോയെ. ആരും നഷ്ടപ്പെട്ടു പോകല്ലേ ഈശോയെ, ആരും വിശ്വാസം കുറഞ്ഞു പോയവരാകല്ലേ ഈശോയെ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണ ഈശോയെ. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ഈശോയെ, ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയില്, വിശ്വാസത്തില്, കർത്താവെ, ദൈവസ്നേഹത്തിൽ അവർ വളർന്നു വരണം ഈശോയെ. ആരും നഷ്ടപ്പെടലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ, അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളവാകണം. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ ഈശോയെ. എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ ഈശോയെ, അതിനെ അനുഗ്രഹിക്കണം ഈശോയെ. അതിന് തിരുവുള്ളവാകണം കർത്താവെ. അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അവിടുത്തെ അനുഗ്രഹത്തിൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹമായിരിക്കും ഈശോയെ. സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്നു ഈശോയെ. ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണം ഈശോ. ശുഭാരി ആരാധന കർത്താവെ. സ്തുതിക്കുന്നു. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ വലിയ കൃപ ഈ കൂട്ടായ്മയിലേക്ക് ഈശോ തന്നുകൊണ്ടിരിക്കുക. ഈശോ കുടുംബ